എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ 2025 ആദ്യത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരുടെ ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പനി അടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കുറച്ച് ദിവസം ഒന്നും വീഡിയോ ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും പനി മാറിയിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെയാണ് എന്താണെങ്കിൽ ന്യൂസ് ചെയ്തേക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ആഴ്ചയിൽ നമ്മുടെ ന്യൂസിലേക്ക് നോക്കിയാൽ ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്കും വലിയ ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് DC-യുടെ ഭാഗത്തുനിന്ന് കുറേ പുതിയ ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് അതുകൂടാതെ തന്നെ നമ്മുടെ ആൻഡ്രൂ ഗ്രാഫീൽഡ് അണ്ണൻ തിരിച്ചു വന്നിട്ടുണ്ട് പുതിയ കുറേ നുണകളെല്ലാമായിട്ട്. സോ അതെല്ലാം തന്നെയാണ് നമ്മൾ ഈ ആഴ്ചയിലെ ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ആരെയും ബോറടിപ്പിക്കില്ല. അപ്പോൾ നമുക്ക് തുടങ്ങിക്കളയാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ആഴ്ചയിൽ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സോണിയുടെ ഏറ്റവും വലിയ അപരാധമായിട്ടുള്ള ക്രേവനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. പടം ഇന്ത്യയിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു 1-ാം തീയതി. പക്ഷെ പടം കാണാൻ ആരും കയറുന്നില്ലെന്നൊക്കെയാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വഴിയെ പോകുന്ന ആൾക്കാരൊക്കെ വലിച്ചു കയറ്റാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ആൾക്കാർ കയറുന്നില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഇന്ത്യയിലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ അടുത്ത വലിയ പരാജയം തന്നെയാണ് ക്രൈവിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. സോ SSCയുടെ കാര്യത്തിൽ ഓൾറെഡി തീരുമാനമായിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടന്റ് കൊടുത്തേക്കാം, കണ്ടു നോക്കാവുന്ന തന്നെയാണ്. പിന്നെ എനിക്കറിയാം ഒത്തിരി ഫ്രണ്ട്സ് എന്നോട് പറയുന്നത് മാർക്കോയെ കുറിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ സത്യം പറഞ്ഞാൽ മാർക്കോ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. രണ്ട് പ്രാവശ്യം പോയപ്പോഴും അവർ സത്യം പറഞ്ഞാൽ ഷോ തുടങ്ങാൻ ആൾക്കാരില്ലാത്തത് കൊണ്ട് അവർ ഷോ നടത്തിയിട്ടില്ലായിരുന്നു. സോ എന്താണെങ്കിലും ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് എന്താണെങ്കിലും അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ എന്താണെങ്കിലും വിചാരിച്ചു വെച്ചിട്ടുള്ളത് തന്നെയാണ്. അത് പറയുമ്പോൾ തന്നെ നമുക്കിനി നേരെ DC-യുടെ ഈ അടുത്തിടെ ലഭിച്ചിട്ടുള്ള ഒഫീഷ്യൽ കൺഫർമേഷനിലേക്ക് നമുക്ക് പോകാം. മറ്റൊന്നുമല്ല, നമ്മുടെ അക്വാമാൻ ഇനി DC യൂണിവേഴ്സിൽ ലോബോയുടെ ക്യാരക്ടറിനെയാണ് ചെയ്യാൻ പോണെന്നൊരു കാര്യത്തിൽ നമുക്ക് കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പുതിയ വരാൻ പോകുന്ന ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർ ഗണ്ണിന്റെ സിനിമയിലായിരിക്കും ലോബോന്റെ ക്യാരക്ടറിൽ ജെയ്സൺ മെമോവ വരുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം തന്നെ. ആൻഡ് ജെയ്സൺ മെമോയും പറയുന്ന പുള്ളിക്കാൻ ഈ ഒരു ക്യാരക്ടറിനെ ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എന്ന് പറയുന്നത് സത്യം ഒരു ആന്റി ഹീറോ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടി തന്നെയാണ്. ഒരു ബൗണ്ടി ഹണ്ടർ ആണ് പുള്ളിക്കാരൻ, ഒരു ഏലിയൻ ബൗണ്ടി ഹണ്ടർ തന്നെയാണ്. സോ അതിന്റെ ഒരു കാര്യങ്ങൾ നമുക്ക് എന്താണെങ്കിലും ഇപ്പോൾ DC-യുടെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. DC യൂണിവേഴ്സിലേക്ക് ജെയ്സൺ മെമോവ ലോബോ ആയിട്ടായിരിക്കും തിരിച്ചു വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ അടുത്തൊരു ഇന്റർവ്യൂവിനകത്ത് നമുക്ക് ഹ്യൂജ് ജാക്മാൻ ഒരു കാര്യം കൂടി പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ എത്രത്തോളം ഭാഗ്യവാനാണ് എനിക്ക് ഈ ഒരു വൂൾവറിന്റെ ക്യാരക്ടറിനെ ചെയ്യാൻ സാധിച്ചേ എന്നുള്ളൊരു കാര്യം തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യമായി വൂൾവറിന്റെ ക്യാരക്ടറിനെ അവർ കാസ്റ്റ് ചെയ്ത സമയത്ത് ടോം ക്രൂസിനെയാണ് അവർ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടോം ക്രൂസ് അണ്ണൻ മിഷൻ ഇമ്പോസിബിളിന്റെ 2ാം പാർട്ടിന്റെ ഷൂട്ടിങ്ങിന്റെ ബിസിയും കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ സത്യം പറഞ്ഞു, എനിക്ക് മിഷൻ ഇമ്പോസിബിൾ ആണ് ഞാൻ കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സിനിമ, അതുകൊണ്ട് തന്നെ ഞാൻ എന്താണെങ്കിലും എക്സ്മാൻ സിനിമ ചെയ്യാൻ പോകുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഹ്യൂജ് ജാക്മാന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഹ്യൂജ് ജാക്മാൻ ആണ് ഇത്രയും നമ്മൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുള്ള സൂപ്പർ ഹീറോ ക്യാരക്ടറിനെ ചെയ്തിട്ടുള്ള ആരാ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഹ്യൂജ് ജാക്മാൻ തന്നെയാണ്. നമുക്കറിയാം കാവലറിൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും വൂൾവറിൻ എന്ന് പറയുന്നത് ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഹ്യൂജ് ജാക്മാനെ അല്ല നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ MCU വരെ വന്നിട്ടുണ്ട്. സോ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നു ഈ അടുത്തിടയിൽ. ഹ്യൂജ് ജാക്മാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതായത് ആ ഒരു സമയത്ത് ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷെ എന്റെ കരിയറിലെ തന്നെ ഒരു നാഴികക്കല്ലായിട്ടുള്ള ഒരു ക്യാരക്ടറായി മാറിയത് തന്നെയായിരുന്നു വൂൾവറിൻ എന്നുള്ളൊരു അഭിപ്രായം തന്നെ. അത് പറയുമ്പോൾ തന്നെ നമ്മുടെ പഴയ ലൂയിസ് ലൈൻ ആയിട്ടുള്ള ആമി ആഡംസ് റേച്ചലിന്റെ പുതിയ സൂപ്പർമാൻ സിനിമയുടെ കാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു. അതായത് റേച്ചൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന റോളിനെ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യും എന്നുള്ളൊരു കമന്റ് എല്ലാമാണ് നമുക്ക് എന്താണെങ്കിലും ആമി ആഡംസിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം സിനിമ ഇറങ്ങിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ റേച്ചലിന് എങ്ങനത്തെ രീതിയിലുള്ള ലൂയിസ് ലൈനിന്റെ ക്യാരക്ടറിനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ട്രെയിലേഴ്സ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഓൾറെഡി തന്നെ നമുക്കറിയാം അവരൊരു കപ്പിൾസ് ആണ്, അവരുടെ ഭാഗത്ത് നല്ലൊരു കെമിസ്ട്രി ഉണ്ടാവുന്ന ഒരു കാര്യത്തിന്റെയൊക്കെ ടീസ് എന്തായാലും നമുക്ക് ജെയിംസ് ഗൺ തന്നിട്ടുള്ളത് തന്നെയാണ്. ഇനി അത് പറയുമ്പോൾ തന്നെ നമുക്ക് നേരെ നമ്മുടെ സോണിക് ദ ഹെഡ്ഷോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ 3ാമത്തെ പാർട്ട് നമുക്ക് ഈ അടുത്തിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നോക്കാം. അതിനകത്ത് നമ്മൾ മെയിൻ വില്ലനായിട്ട് ജിം ക്യാരിയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ജിം ക്യാരി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഇനി ഇതിന്റെ ഒരു 4ാമത്തെ പാർട്ട് വന്നു കഴിഞ്ഞാലും ഞാൻ ഓപ്പൺ തന്നെയാണ്, എനിക്ക് ഈ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഡോക്ടർ റോബോട്ടിക്കിനെ ചെയ്യാൻ വേണ്ടി ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് ആണെന്നൊക്കെയാണ് ജിം ക്യാരി പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. നമ്മൾ ഈ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നത് തന്നെയാണ്. ആൻഡ് ഇനി നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ സാധിച്ചില്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ജാനുവരി 21-ാം തീയതി ഇതിന്റെ OTT റിലീസ് അവർ കൺഫേം ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്താണെങ്കിൽ കുറച്ചൊരു 1-2 ആഴ്ച കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണെങ്കിലും OTT സോണിക്കിന്റെ 3ാം ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് മിസ്റ്ററി, ത്രില്ലർ, സീരിയൽ കില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും അറിയാവുന്ന ഒരു ഡയറക്ടർ തന്നെയായിരിക്കും ഡേവിഡ് ഫിഞ്ചർ. പുള്ളിക്കാരൻ തന്നെയാണ് ലെജൻഡറി സിനിമകളായിട്ടുള്ള 7, ഫൈറ്റ് ക്ലബ്ബ്, ഗോൺ ഗേൾ ഇതെല്ലാം ഡയറക്ട് ചെയ്തിട്ടുള്ള പുള്ളിക്കാരൻ തന്നെയാണ്. ആൻഡ് റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് ഡേവിഡ് ഫിഞ്ചർ പറയുന്നുണ്ടായിരുന്നു, വാർണർ ബ്രോസ് അനുവദിച്ചിരുന്നെങ്കിൽ എനിക്ക് ഹാരി പോട്ടറിന്റെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യാൻ എനിക്ക് നല്ല രീതിയിൽ തന്നെ ആഗ്രഹമുണ്ടായിരുന്നു. നമുക്കറിയാം ഫിഞ്ചർ എണ്ണം ഡാർക്ക് ഉദ്ദേശിച്ചിട്ട് ഏത് ലെവൽ വരെ എണ്ണം പോകുന്ന ഒരു കാര്യം നമ്മൾ പുള്ളിക്കാരന്റെ പല സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്.
സോ എന്തായിരിക്കാം, അതായത് ഡേവിഡ് ഫിഞ്ചറിന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിരുന്നെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു ഹാരി പോട്ടർ സിനിമ ആയിരിക്കാം നമുക്ക് കിട്ടിയിരുന്നേനെ എന്നുള്ളൊരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ വണ്ടടിച്ചു പോകുന്നുണ്ട്. കാരണം നമ്മൾ ചെറിയൊരു ആ ഒരു ഹൊറർ നേച്ചർ പ്രിസണർ ഓഫ് അസ്കബാനിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. സോ അതൊക്കെ വേറെ ലെവലിൽ പുള്ളിക്കാരൻ ചെയ്തതിന് പുള്ളിക്കാരൻ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ടായത്. ഇനി നമുക്ക് നേരെ നമ്മുടെ ജുറാസിക് പാർക്കിന്റെ പുതിയ സിനിമയായിട്ടുള്ള റീബർത്തിനെ കുറിച്ചിട്ടുള്ള കുറേയധികം പുതിയ അപ്ഡേറ്റ് നമുക്ക് ഡേവിഡിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഡേവിഡ് ഇത്രയാണ് പറയുന്നത്, പുള്ളിക്കാരൻ ഒരു 3 റൂൾ ഇട്ടാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തേത് എന്താന്ന് ചോദിച്ചാൽ പടത്തിന് ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന 6 പടമായിട്ട് കണ്ടിന്യൂറ്റി ഉണ്ട്. ആ പടങ്ങളെ ഈ ഒരു പടം എന്താണെങ്കിലും റെഫറൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഈ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന 6 പടത്തിന്റെയും ഒരു സീക്വൽ ആയിട്ട് തന്നെയായിരിക്കും റീബർത്ത് വരാൻ പോകുന്നത്. അല്ലാതെ അതേ മൊത്തത്തോടെ ഇഗ്നോർ ചെയ്തിട്ട് പുതിയൊരു എന്താ പറയണ്ട മൊത്തത്തോടെ അവർ സ്ക്രാച്ചിൽ സ്റ്റാർട്ട് ചെയ്യാനൊന്നും അല്ല പോകുന്നത്. ഈ 6 പടങ്ങളും അവരെന്താണെങ്കിലും അക്നോളജ് ചെയ്യുന്ന ഒരു കാര്യം പുള്ളിക്കാരൻ കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവര് എന്തൊക്കെ സയൻസ് ആണോ ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിക്കാൻ പോകുന്നത്, കാരണം DNA മോഡിഫിക്കേഷൻ, ജെനറ്റിക്സ് മോഡിഫിക്കേഷൻ, ഇതെല്ലാം നമ്മൾ ജുറാസിക് പാർക്ക് ഫ്രാഞ്ചൈസി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ തേങ്ങാക്കൊല സയൻസ് കാണിച്ചു കഴിഞ്ഞാലും ആ ഒരു സയൻസ് ഒക്കെ ലോജിക്കിലുള്ളത് മാത്രമേ അവർ കാണിക്കുള്ളൂ, അല്ലാതെ ഒന്നും കാണിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, പടം എങ്ങനെയൊക്കെ പോയിക്കോട്ടെ, പക്ഷെ പടത്തിനകത്ത് ഹ്യൂമർ ഉണ്ടായിരിക്കും, കോമഡി ഉണ്ടാവും, ജോക്ക് ഉണ്ടാവും. കാരണം ഇത് ഒരു അഡ്വഞ്ചർ ഫാമിലി പടമായിട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഡേവിഡ് ഉദ്ദേശിക്കുന്നത്. സോ എന്താണെങ്കിലും പടത്തിനകത്ത് ആ ഒരു ഹ്യൂമർ സെൻസും ജോക്കും കോമഡിയും അവരെന്താണെങ്കിലും കൊണ്ടുവരും. ഈ ഒരു 3 റൂള് വെച്ചാണ് പുള്ളിക്കാരൻ ഈ ഒരു പടം ഡയറക്ട് ചെയ്തതെന്നാണ് ഡേവിഡ് നമ്മളോട് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. പടം ഇറങ്ങിക്കുമ്പോൾ അറിയാം ഇത് ഏത് കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം. ഫസ്റ്റ് ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ എക്സൈറ്റഡ് ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. കോപ്പ് ഞാൻ മൈക്ക് ഓൺ ചെയ്ത് വെക്കാതെയായിരുന്നു ഞാൻ ഇത്ര നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ വോയിസ് ശരിയായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് നമുക്ക് കിടക്കാം. ഈ കഴിഞ്ഞ ജാനുവരി 3 നമ്മുടെ ഫ്ലോറൻസ് പ്യൂഗിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആൻഡ് ആ ഒരു ബർത്ത്ഡേക്ക് നമുക്കറിയാം തണ്ടർ ബോൾസിന്റെ തീം വെച്ചിട്ടുള്ള ഗിഫ്റ്റ് എല്ലാം ഫാൻസ് സെൻഡ് ചെയ്ത് കൊടുത്തു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഇത് വെച്ച് ഡിസ്നി മാർവലും പറയണതെന്ന് പറഞ്ഞാൽ ആൾക്കാർ എക്സൈറ്റഡ് ആണ് തണ്ടർ ബോൾസ് സിനിമ കാണാമെന്നൊക്കെയാണ് അവരുടെ ഭാഗത്ത് നമുക്ക് അപ്ഡേറ്റ് കിട്ടുന്നത്. അതോ ഫ്ലോറൻസ് പ്യൂഗിനെ കാണാൻ വേണ്ടിയിട്ടാണോ അവരങ്ങനെ ഗിഫ്റ്റ് അയച്ചതെന്ന് നമുക്കറിയില്ല. സോ എന്താണെങ്കിൽ തണ്ടർ ബോൾസിന്റെ ആക്ട്രസ് ആയിട്ടുള്ള ഫ്ലോറൻസ് പ്യൂഗിന് കുറേയധികം അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഗിഫ്റ്റ് കിട്ടിയെന്നാണ് നമുക്ക് എന്താണെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. എന്താവോ എന്തോ. ഇനി നമുക്ക് നേരെ നമ്മുടെ ആൻഡ്രൂ ഗ്രാഫീൽഡ് അണ്ണൻ തിരിച്ചു വന്നിട്ടുണ്ട് സ്പൈഡർമാൻ 4 കുറിച്ചിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ആയിട്ട്. അതായത് ഈ അടുത്തിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂവിനകത്ത് ആൻഡ്രൂവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു താങ്കൾ സ്പൈഡർമാൻ 4 വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആൻഡ്രൂ ഗ്രാഫീൽഡ് പറഞ്ഞു ഞാനിതിപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് ഒരു പ്രശസ്തിയില്ല, ഞാൻ വരുമെന്ന് പറഞ്ഞാലും വരുന്നില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ എന്താണെങ്കിലും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ആൻഡ്രൂ ഗ്രാഫീൽഡ് പറയുന്നത്. അതും ഒരു രീതിയിൽ സത്യമാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ വരുന്നില്ലെന്ന് പറഞ്ഞാലും നമ്മൾ ഇവിടെ നിന്ന് ബാക്കിയുള്ള ഇതിൽ നമ്മൾ പറയും പുള്ളിക്കാരൻ വീണ്ടും എന്താ പറയുക ചുമ്മാ വെറുതെ അടിക്കാൻ തുടങ്ങി എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. സോ ഇതാണ് ആൻഡ്രൂ ഗ്രാഫീൽഡ് പറയുന്നത്. സോ എന്താണെങ്കിലും പുള്ളിക്കാരൻ്റെ ആ ഒരു ഇത് വെച്ച് നമ്മൾ നോക്കണമെങ്കിൽ ചിലപ്പോൾ വരാം. കാരണം സോണി ഇപ്പോൾ പോകുന്ന രീതിയും വെച്ച് നമ്മൾ നോക്കണമെങ്കിൽ നമുക്ക് അതാണ് കഴിയുന്നത്. കാരണം SSU എന്തായാലും പൊട്ടിപ്പാളീസായി. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വേണം. സോ വലിയൊരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിക്കട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ 2025 നമുക്ക് ലഭിച്ചിട്ടുള്ള അധികം പുതിയ ന്യൂസ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. നമുക്കിനി വരാൻ പോകുന്ന ആഴ്ചകളിൽ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് നിങ്ങളുടെ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ക്രേവൺ പോയി കണ്ടായിരുന്നോ? കണ്ടില്ലെന്ന് പറയുന്നത് കേൾക്കാനാണ് എനിക്ക് താല്പര്യം. സോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പനിയാണ്. പനിയൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ, അപ്പോഴത്തേക്ക് എൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ശരിയാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.